ആ ഇന്നലെ രാവിലെ വന്നു. നല്ലൊരു വാച്ച് എനിക്ക് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കിട്ടില്ല വാച്ച്. ഓ മൊത്തം സ്വർണ്ണമാണ്. ഓ നീ പറഞ്ഞ അതേണ കേട്ടോ. ഓ നല്ല വെയിലത്തൊക്കെ വെച്ച് നല്ല തിളം കൂടെ അത് സൂപ്പർ സാധനം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നീ നാളെ രാവിലെ വന്ന് ഞാൻ തരാം. ഇതൊരു പയ്യൻ വേണ്ടാ. ഈ ഓണത്തിന് എല്ലാ പിച്ചക്കാരും വരും വേണ്ടാ. പുറത്തുനിന്നാ വരുന്നുണ്ടാ ഇതിനകത്ത്. ഓ ഇല്ല അവൻ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് 5 ദിവസമായി മാമ. ഒറ്റയ്ക്കുള്ള മാമ. എനിക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ല മാമ. വല്ല എന്തെങ്കിലും തിങ്ങാൻ തന്നാ മതി മാമ. ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചില്ല മാമ. അയ്യോ ഇയാള് വന്നില്ലല്ലോ. തോന നേരമായത്. എന്തായാലും പോവാ. വെറുതെ കിടന്ന പൈസ കൊടുക്കാറില്ല. അവൻ പോയല്ലോ. വാച്ച അവൻ തന്നെ എടുത്തോണ്ട് പോയി. അവൻ എടുത്തോണ്ട് പോയല്ലോ. അവൻ എടുത്തോണ്ട് പോയി. എന്താ വാച്ച് നീ അവളെ വാച്ചിടാ. പാത്ത വാച്ച് നീ വാച്ചെടുത്ത് ഇവിടെ നീ അല്ലടാ. നീ എടുത്ത് ഇവിടെ ഇരുന്ന് വാച്ച് നീ എടുത്ത്. നീ ഇവിടെ കളഞ്ഞു. നീ കള്ളക്കരച്ചിട്ട് വേണ്ട. ഇവിടെ നീ കളഞ്ഞു. ഇവിടെ കളഞ്ഞു. സത്യം പറഞ്ഞ താടി മോടിക്ക. നീ എത്തിപ്പോൾ ആഹാരത്തിനുണ്ട് ഇവിടെ വന്നിട്ട് എന്തിനെടുത്ത് നീ വാച്ചൊക്കെ എടുത്തു പോവാ. കള്ളം പറഞ്ഞ ഞാൻ അടിച്ചേണ്ട ഇവനെ അടിച്ച് ഇവിടെ ബാക്കിയുള്ള ആരും ഇല്ലല്ലോ. ഈ നാട്ടുകാരോടെ ഇവനെ പിടിച്ച് അടിച്ച് ഇവിടെ മൊത്തം സാധനം മോഷണം പോണ ഇവൻ. നിങ്ങളെ എല്ലാരും വന്നാണ് ഇവിടെ എല്ലാം പോണത് കേട്ടാ. നിന്റെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നില്ല്. നീ ഇവിടെ നില്ല്. ഇപ്പൊ അവൻ നാമാരോട് കഴിഞ്ഞിട്ട് പോട്ടെ. നിന്നെ ഇപ്പൊ അമ്മ എന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞ് വരട്ടെ. അമ്മയുടെ വന്നിട്ടുണ്ടോ നിന്നെ കെട്ടഴിക്കില്ല. നിന്നെ നിനക്ക് വേറെ ഗ്യാങ് ഉണ്ട്. അല്ലെങ്കിൽ നീ ഇപ്പൊ ആ വാച്ച് അവിടെ കാണാനില്ല. നിങ്ങൾക്ക് വേറെ ഗ്യാങ് ഉണ്ട്. എനിക്ക് ഇപ്പൊ നേരത്തെ തന്ന അടിയല്ല. ഇനി ഇപ്പൊ അവന്മാരോട് വന്നപ്പോ നല്ലൊരു കയറും. ഞാനല്ലല്ലോ എടുത്തായിട്ട് അവരെന്തിന് എന്റെ പേര് പറയണം. എന്റെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇത് ആരെടുത്ത്. എന്തായാലും എന്റെ വാച്ച് പോയല്ലോ. ഇനി വാച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവർക്ക് നല്ല ഗ്യാങ് ഉണ്ട്. ചേട്ടാ പോ. എന്നാ ഓക്കെ. ഈ പ്രാവശ്യം അവര് പറഞ്ഞോണ്ട് അമ്മച്ചി ഞാൻ ഇവിടെ നിങ്ങൾ മറങ്ങി. അവനെ കെട്ടാവത്തിടാ. ഇനി ഇവിടെ കണ്ടുപോയത് നിന്നെ കേട്ടോ. എന്റെ വാച്ച് എന്തായാലും പോയി. അവര് അമ്മയൊക്കെ ചേച്ചി അവര് പറഞ്ഞോണ്ട് നിന്നെ വെറുതെ വിടുന്നു. പെട്ടെന്ന് പോ. ചെറുകനായി പോയി. അല്ലെ വലിയ ആരെങ്കിലും ആണെങ്കിൽ കൊച്ചു പിള്ളേരെ വിടും മോട്ടിക്കകത്ത്. ഞാൻ വാച്ച് എവിടെ പോകും. എനിക്ക് ദേഷ്യം വന്നു. എന്റെ വാച്ചും പോയില്ല. വാച്ച് ഇവിടെ കിടക്കണം. ചെറുക്കനെ അടിച്ചല്ലേ ദൈവമേ. ഇതാണ് ആരെയും ഇങ്ങനെ. ചെറുക്കത്തെ അല്പ ആഹാരത്തിന് വേണ്ടിയാണ് വീട്ടിൽ വന്ന് കയറിയത്. എൻ്റെ ശ്രദ്ധക്കുറവാണ് എൻ്റെ ദൈവം ആ പയ്യൻ അടിച്ചത്. പാവം ഇവിടെ കൊണ്ട് തീർന്നു.